എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഇന്ന് ബ്രിഞ്ചാൾ ചട്നി, ബ്രിഞ്ചാൾ ഉരുളക്കിഴങ്ങ് ഉള്ളി വെച്ചിട്ട് ഒരു ഉപ്പേരി. അപ്പോൾ ആദ്യം ഇത് വേണ്ട പച്ചക്കറികളാണത്. ചട്നിക്ക് വേണ്ടതാണ് റൗണ്ടായിട്ട് മുറിച്ചിരിക്കുന്നത്. ഉപ്പേരിക്ക് വേണ്ടത് ഈ 3 പിന്നെ അതിൻ്റെ മസാലകളും ഒക്കെ ഓരോന്നായിട്ട് 1 by 1 കാണിച്ചു തരാം. ഓക്കെ. ബ്രിഞ്ചാൾ വെച്ചിട്ട് നമുക്ക് ഒരു ചട്നിയും ഉപ്പേരിയും പിന്നെ ഒരു കൂട്ടാനും ഉണ്ടെങ്കിൽ നമുക്ക് ഊണ് കഴിക്കാൻ സുഖമായിട്ട്. ഈ ചട്നിയും ചിലരൊക്കെ കൂട്ടാന് പകരം ചട്നി കൂട്ടിയിട്ട് ചോറുണ്ണാം, നന്നായിരിക്കും. ഓക്കെ, നമുക്ക് 1 by 1 കാണാം. ഓക്കെ, ചട്നിക്ക് വേണ്ടത് ചെയ്യാം. ആ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടില്ലേ, അതിടാം. ഓക്കെ, ആദ്യം എണ്ണ ഒഴിച്ച് അത് വറുക്കാനുള്ള എണ്ണ ഒഴിക്കുക, എന്നിട്ട് അതിടാം. അത് എന്നിട്ട് ഒന്നും ഇട്ടിട്ടില്ല, ഉപ്പോ മഞ്ഞളോ ഒന്നും ഇട്ടിട്ടില്ല, ചമ്മന്തിയല്ലേ, അപ്പോൾ എന്തായാലും അതിൽ ചേർക്കും, വറുത്തെടുക്കാം. ഓക്കെ, അതൊന്ന് നല്ലോണം ഒന്ന് വഴണ്ട് കിട്ടണം, അത്രേ വേണ്ടൂ. ഇതിപ്പോൾ തിന്നായി മുറിച്ചത് കൊണ്ടേ വേഗം വഴണ്ട് കിട്ടും. ഓക്കെ ഓക്കെ അപ്പോൾ അതിനെ ഒന്നിങ്ങനെ അടച്ച് വെക്കാം നമുക്ക്. ഓക്കെ, വറുത്തെടുത്തതിൽ നമ്മൾ ചെറിയ ഉള്ളി ഒരു 10 3 റെഡ് ചില്ലി, ഒരു കഷ്ണം കായപ്പൊടി, ഓക്കെ, എല്ലാം കൂടി ആ എണ്ണയിൽ തന്നെ ഇടാം പൊരിയാൻ. ഒരുവിധം ഫ്രൈ ആയി, ജാസ്തി ആവണ്ട. എല്ലാം കൂടി നമുക്ക് അരക്കിന ഞാൻ കാണിച്ചു തരാം. അതിൽ നമ്മൾ വഴുതിനിങ്ങ ഇട്ടു, ഇത്ര പുളി, കൊത്തമല്ലി ഇല ഓപ്ഷണൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. ചേർക്കേണ്ടത് ഈ വറുത്തതും ഉപ്പും രണ്ടും അതിൽ ആഡ് ചെയ്യാം, അരച്ച് കൊണ്ടുവരാം. നമ്മുടെ ബ്രിഞ്ചാൾ ചട്നി റെഡി. നല്ല ടേസ്റ്റാണ് ഇത്. ചോറിൻ്റെ കൂടി ദോശയുടെ കൂടി ബ്രിഞ്ചാൾ ഇട്ടിട്ടുണ്ടെന്നേ അറിയില്ല, കുട്ടികൾക്കൊക്കെ ഒന്നും അറിയില്ല, കൊടുത്താൽ ഉള്ളി സംബന്ധിയെ വിചാരിക്കും. ഓക്കെ, എല്ലാവരും ഉണ്ടാക്കും. ഇനി നമുക്ക് ആ ഉപ്പേരി ഒന്ന് ഉണ്ടാക്കാം. ഓക്കെ, ബ്രിഞ്ചാളും ഉരുളക്കിഴങ്ങും ഉള്ളിയും കൂടിയിട്ടുള്ള. ഓക്കെ, പിന്നെ കുറച്ച് എണ്ണ എക്സ്ട്രാ വേറെ ഇട്ടു, കുറച്ച് ഇതിന് മുളക് പൊടി നമ്മൾ ഇടുന്നത്. ഓക്കെ, മുളക് പൊടി ഇട്ടു, കരിയാൻ പാടില്ല കേട്ടോ. മഞ്ഞപ്പൊടി ഇത്തിരി, കുറച്ച് പെരുംജീരകം, കുറച്ച് നമ്മുടെ സാദാ ജീരകം, ആവശ്യമുള്ള ഉപ്പ്, കട്ട പെരുങ്കായം. ഓക്കെ, അതിലിടുന്നോട്ട് ആയിക്കോളും. കുറച്ച് മല്ലി, ഞാൻ വീട്ടിൽ പൊടിച്ച ഹോം മെയ്ഡ് കുറച്ച് മല്ലിപ്പൊടി. ഇതിൽ ഗരം മസാല ചേർക്കണില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ്, ഉള്ളി, ബ്രിഞ്ചാൾ ഒക്കെ ഇട്ട് അങ്ങനെ അടച്ച് വെച്ചാൽ മതി. ഇത്തിരി വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നല്ലോണം അടിയിൽ നിന്ന് ഫുള്ള് മസാല ഇതിലേക്ക് ചേരുന്ന മാതിരി നമ്മൾ ഇളക്കി കൊടുക്കണം. കുറച്ച് വെള്ളം കേട്ടോ, ഇതിൽ കുറച്ച് കരിവേപ്പില ഇട്ട് അടച്ച് വയ്ക്കാം. ഓക്കെ, കിഴങ്ങ് ബ്രിഞ്ചാൾ ഉപ്പേരി റെഡി. അപ്പം ചോറിന് ബ്രിഞ്ചാൾ ചമ്മന്തിയായി, ഉപ്പേരിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. നല്ല ബിഗിനേഴ്സിനൊക്കെ പറ്റിയൊരു ഫുഡ്. തൈര് സാദത്തിൻ്റെ കൂടെയൊക്കെ എല്ലാത്തിൻ്റെ കൂടെയും കൂട്ടാം, മോര് കൂട്ടാൻ്റെ കൂടെയും ഒക്കെ. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. താങ്ക് യു സോ മച്ച്. പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്. ഓക്കെ, താങ്ക് യു.